നമസ്കാരം തിരുമേനി. ആ നമസ്കാരം. എന്താണാവോ? ഞാൻ മുഹൂർത്തം നോക്കാൻ വന്നാണ്. ആ ശരി, വരിക ഇരിക്ക. എന്താണാവോ കാര്യം? അയൽവക്കത്തെ ചേച്ചിയുമായി ചെറിയൊരു ചുറ്റിക്കളി ഉണ്ടേ. അതിനൊരു മുഹൂർത്തം കുറിക്കണം. ആരും അറിയരുത്. ഏബ്യൻ ഹായ്, പരസ്ത്രീ ബന്ധം അല്ലേ? അവിഹിതത്തിന് നോം ഇപ്പൊ മുഹൂർത്തം കുറിച്ചെണ്ണം, അതല്ലേ വേണ്ടിയത്? ഹായ്, ഇപ്പൊ അവിഹിതത്തിനും മുഹൂർത്തം കുറിക്കേ? ആ നോക്കാം. കുട്ടീന്റെ പേരും നാളും ഇങ്ങോട്ട് പറയാ. നല്ലൊരു മുഹൂർത്തം കുറിച്ച് തരണുണ്ട് ഞാന്. ഹായ്, കേവനാണ് കേട്ടോ. ഇവിടെ ഒരാളെ കൊണ്ട് പറ്റണില്ല. അപ്പോഴാണ് രണ്ടെണ്ണേ സമ്മതിച്ചിരിക്കണു. പേരൊന്നും പറയാൻ പറ്റുമോ തിരുമേനി? ഞാൻ വിളിക്കുന്നത് പുഷ്പയെന്ന. അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമ പേരല്ലേ? കൊള്ളാം, നന്നായിണ്ട്. തിങ്കളാഴ്ച രാത്രിയിലൊരു മുഹൂർത്തമുണ്ട്. 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക്. ആരും കാണില്ല, ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. മതിയോ? രാത്രി ആയാല് ഭർത്താവ് കൂടെ ഉണ്ടാവുവേ. അപ്പോൾ പകലൊന്നും നോക്കുക. വിഘ്നങ്ങൾ കാണുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച ഒരു മുഹൂർത്തമുണ്ട്. 11 മണിക്കും 12:30ക്കും ഇടയ്ക്ക്. അത് മതിയോ? ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം നല്ലപടിയായിട്ട് നടക്കും. ഇവരെ ഞാൻ എവിടെ, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇവൻ എന്റെ അയ്യത്തുകാരനാണല്ലോ. അപ്പോ എന്റെ പുഷ്പവല്ലി